കണ്ണു ചുവക്കണം, പല്ല് കടിക്കണം, മുഷ്ടി ചുരുട്ടണം, ആകെ വിയർക്കണം, നാടിഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറണം, ചങ്കിനകത്ത് താളമടിക്കണ്, തക്കിട്ട മേളമടിക്കണം, കയ്യും കാലും വിറവിറയ്ക്കണു, പെടപെടയ്ക്കണു, തുടിക്കണം, വിരല് പെരുത്ത് കയറണം, വെളിച്ചപ്പാട് പോലെ ഉറഞ്ഞു തുള്ളണം. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടണ്, ആകെ വിയർക്കണം, നാടിഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറണ്, ചങ്കിനകത്ത് താളമടിക്കണ്, തകിട്ട മേളമടിക്കണ്, കയ്യും കാലും വിറവിറക്കണ്, പെട്ടക്കണ്, തുടിക്കണ്, വിരല് പെരുത്ത് കയ്യാറാണ്, വെള്ളച്ചപ്പാട്ട് പോലെ ഉറഞ്ഞു തുള്ളണ്. കണ്ണു ചുവക്കണം, പല്ല് കടിക്കണം, മുഷ്ടി ചുരുട്ടണ്, ആകെ വിയർക്കണം, നാടിഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറണ്, ചങ്കിനകത്ത് താളമടിക്കണ്, തക്കിട്ട മേളമടിക്കണ്, കയ്യും കാലും വിറവിറയ്ക്കണ്, പെടപെടയ്ക്കണ്, തുടിക്കണം, വിരല് പെരുത്ത് കയറണ്, വെളിച്ചപ്പാട് പോലെ ഉറഞ്ഞു തുള്ളണ. യൗവനക്കാരുടെ മുൻപോട്ടും പിൻപോട്ടും നോക്കാതെയുള്ള എടുത്തുചാട്ടങ്ങളെ കുറിച്ച് ദർശിച്ചാണ്. പ്രായത്തിന്റെ ചോരതണുപ്പും വിവരമില്ലായ്മയാണെന്ന് വേണേലും പറയാം. ഒരു വീട്. വീട്ടിൽ അച്ഛനും 3 മക്കളും. അമ്മ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പേ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 4 പേരടങ്ങിയ ഈ കുടുംബം സന്തുഷ്ടരായി ജീവിക്കുന്നു. അച്ഛൻ മക്കൾക്ക് വേണ്ടി രാപകൽ അധ്വാനിക്കുന്നു. മൂത്ത മകൾ റോസി ഡിഗ്രി കോളേജിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ മേരി ജൂനിയർ കോളേജിൽ പഠിക്കുന്നു. മൂന്നാമൻ ക്രിസ്റ്റോ തോമാച്ചന്റെ ഒരേ ഒരു മകൻ കോളേജ് ജീവിതത്തിൽ പ്രവേശിച്ചിട്ടേ ഉള്ളൂ. അവനെ പറ്റി എന്ത് പറയാനാ, ഹീറോ ആണെന്നാ വിചാരം.
നമ്മുടെ മേരിയുടെ പുറകെ നടക്കുന്നവൻ. പക്ഷെ മേരിയോ അവനെ മൈൻഡ് പോലും ചെയ്യാറില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നല്ലേ? അച്ഛനും മക്കളും പള്ളിയിലേക്ക് പോകുന്നു. പൈതവേ, ഇന്ന് പതിവില്ലാതെ വേറെ ഒരാളും പള്ളിയിൽ പോകാനായിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ആരെന്നറിയണ്ടേ? വാ നോക്കാം. അയ്യോ, ഇത് നമ്മുടെ ഡേവിഡ് അല്ലേ? പോണ മനുഷ്യർ ഉറങ്ങാണ്ട കോയാ നീ എണീറ്റില്ലയോ? കോയാ നീ എണീക്കണോ അതോ ഞാൻ മറ്റേ കാര്യം ശംഭുവിനോട് പറയണോ? ദ്രോഹി പറയല്ലേ പറയല്ലേ. എന്ത് പറയണ്ട? ഓ ഒന്നുമില്ല, നിങ്ങളൊന്ന് വാ. കുർബാന കഴിഞ്ഞു. എല്ലാവരും വീട്ടിലേക്ക് പോവുകയായി. ഫോണില്ലല്ലോ. നീ തോമാച്ചന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എടാ ഡേവിഡേ, ഫേസ് ടു ഫേസ് കണ്ട് സംസാരിക്കാൻ കഴിയാത്തവനാണ് ഫോണിൽ കൂടെ. ഒന്ന് പോടാ മച്ചാൻ. അയ്യോ പിന്നെ എന്തോ ചെയ്യും? നീ തൽക്കാലം ഒന്ന് പോയി പറഞ്ഞു. നാളെ കോളേജിൽ വെച്ച് ആലോചിക്കാം. ഓക്കെടാ, ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ ഇവന് ഇതിന് മാത്രം ഉറക്കം എവിടെയാ പറഞ്ഞേ? ബാക്കിയുള്ളവർക്ക് രാത്രി ഉറക്കമില്ലല്ലോ. ഓക്കെ ആണ്, ശരി, ഗുഡ് നൈറ്റ്. ഡേവിഡും ശംഭുവും കോയയും കോളേജിൽ മേരിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ അന്ന് മേരി വന്നില്ല. പാവൻ നമ്മുടെ കാമുകൻ കണ്ണിലേക്ക് വെച്ചിട്ട് കാത്തിരിക്കും. ആ ശവത്തെ കുത്തല്ലേ. ഇന്ന് അവളുടെ വീട്ടിൽ വിളിച്ചിട്ട് തന്നെ കാര്യം. ദൈവമേ, മേരി തന്നെ ഫോൺ എടുക്കണേ. ഹലോ, ആരാ? അയ്യോ അയാളാ സംസാരിക്കും. ഹലോ, മേരി ഉണ്ടോ? ആരാന്നാ ചോദിച്ചേ? ഞാൻ ഡേവിഡ്, മേരിയുടെ ക്ലാസ്മേറ്റ്. എന്താ കാര്യം? ഒരു ഡൗട്ട് ചോദിക്കാനാ. ഏതാ സബ്ജക്റ്റ്? കെമിസ്ട്രി. കെമിസ്ട്രിയോ? ഓർഗാനിക് കെമിസ്ട്രി ആണോ? ഓ അടാ, ഓർഗാനിക് കെമിസ്ട്രി ചോദിക്കുന്ന എന്തോ പറയണേ. ഫിസിക്സ് ഓക്കെ. ഫിസിക്സ് ഓക്കെയോ? മേരി, ആ ഫോൺ. ഓ അവൾ വരുന്നേ. ഹലോ, ഹലോ, ആരാ? ഞാൻ ഡേവിഡ്. എന്താ ഡേവിഡ്? ഓ മതി, എനിക്ക് മനസ്സിലായി. എനിക്ക് വേറെ ഒരാളുമായിട്ട് നേരത്തെ തൊട്ടേ ഇഷ്ടത്തില്ല. ഐ എം സോറി. ബ്രേക്കപ്പായി. ശ്രദ്ധിച്ചില്ല, അക്സീനാകുമെന്നും അവർ ചിന്തിച്ചില്ല. വെച്ച കാലപ്പുറകോട്ട് വെക്കത്തില്ല.
എനിക്കറിയില്ല. അവള് കൂട്ടുകാരുടെ വീട്ടിൽ പോയതാ. കമ്പൈൻ സ്റ്റഡീസ് എന്നാ പറഞ്ഞത്. എപ്പം പോയതാ? കോളേജിൽ നിന്ന് ഡയറക്റ്റ് പോയതാ. കൂട്ടുകാരുടെ നമ്പർ താ എനിക്ക്. ഹലോ, മേരി ഉണ്ടോ അവിടെ? ഇല്ല അങ്കിൾ, ഇവിടെ ഇല്ലല്ലോ. അവളെ ഞാൻ കോളേജിൽ വെച്ച് കണ്ടതേ ഉള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. ഓക്കെ, ശരി മോളെ. എനിക്കറിയാം, അവൻ തന്നെ. എവിടാണ് എന്റെ മോള്? എനിക്കറിയില്ല. കള്ളം പറയുന്ന പുല്ലേ, നീ അല്ലടാ അന്ന് എന്റെ വീട്ടിൽ വിളിച്ചത്. അത് സൃഷ്ടിച്ച ഒരു കസ്തൂരി മാമ്പഴം കാക്കക്കൊത്തി പോയി, കാക്കത്തിക്കൊത്തി പോയി. എടാ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഗോൾ ആരോ അടിച്ചു, പക്ഷെ ഫൗൾ നിനക്ക്. കൂടെ ഞങ്ങൾക്കും കിട്ടി. എടാ, ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരും. എടാ, മണ്ണത്തരം പറയാതെ. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൂടെ വരാം. വഴിയിൽ വെച്ച് റോസിയും ക്രിസ്റ്റോയും അവരെ കാണുന്നു. റോസി അവരോട് അന്ന് വീട്ടിൽ നടന്ന കഥകളെല്ലാം തുറന്നു പറയുന്നു. അത് കേട്ടതോടെ ഡേവിഡിന് മനസ്സിലായി മേരി ജസ്റ്റിന്റെ അടുത്ത് കാണുമെന്ന്. അതോടെ ഡേവിഡും ശംഭുവും പോയും പിന്നെ ക്രിസ്റ്റോയും റോസിയും ആ അജ്ഞാത വില്ലനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. റോസി പറഞ്ഞതനുസരിച്ച് അവർ ജസ്റ്റിനെ ഫേസ്ബുക്കിൽ തിരയാൻ തുടങ്ങി. കുറെ ശ്രമങ്ങൾക്ക് ശേഷം ജസ്റ്റിൻ അവരുടെ പിടിയിൽ വന്നു. എടാ, അവന്റെ മൊബൈൽ നമ്പർ എടുത്തതാ. ഞാൻ അവനെ ഒരു മിനിറ്റിൽ കണ്ടുപിടിക്കാം. അതെങ്ങനെ? എടാ, ഇതിനുള്ള ആപ്സ് എൻ്റെ കയ്യിലുണ്ട്. ഡേവിഡ് ജസ്റ്റിന്റെ മൊബൈൽ നമ്പർ FBയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു. എടാ, ഇതേ ഒരു റെഡ് ലൈറ്റ് കത്തിലുണ്ട്. കിട്ടിയിടാ അവനെ. വാടാ, നമുക്ക് കൊണ്ടുവരാം അവളെ. വാടാ. കശ്മല, ദ്രോഹി, ഞാൻ നിന്നെ സ്നേഹിച്ചു, പക്ഷെ നീ എന്നെ ചതിച്ചു. അതെ, ഇതെല്ലാം എന്തൊരു സ്ട്രാറ്റജിയാണ്. നിനക്കറിയില്ലടി, ഞാൻ എത്ര പേരുടെ ജീവിതമാണ് തകർത്തത്. അങ്ങനെ എന്റെ വരൽ വന്ന് കുടുങ്ങി 30ാമത്തെ പെണ്ണാണ് നീ. ചതിയനാ നീ, വഞ്ചകൻ. ഇനി നിന്റെ രക്ഷിക്കാൻ ആരുമാക്കില്ലടി. പക്ഷെ നമ്മുടെ കഥയിലെ നായകൻ ഇതാ നായികയെ രക്ഷിക്കാൻ വരുന്നു.
അധികമായാൽ അമൃതും വിഷം. താങ്ക് യു.